എന്താ ശേഖരേട്ടാ, എന്ത് പറ്റി? അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ്. നീ എന്താടാ വൈകിയേ? നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ? രാവിലെ ചെന്നാലേ ആ വക്കീലിനെ കാണാൻ പറ്റൂ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് വാനേട്ടത്തേക്ക് വല്ല അസുഖവും കൂടുതലായിരിക്കുമെന്ന്. നിനക്കറിയാലോ, ഈ കാണുന്ന വീടും ഈ സ്ഥലവും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും കേസിൽ കിടക്കുക. അയാള് വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ. എന്ത് പറയാനാ, നേരത്തെ ഇറങ്ങിയതാ. എന്നിട്ട് ആ അവറാന്റെ മുന്നിൽ ചെന്നാ പെട്ടത്. ഓ, പൈസ വാങ്ങിയിട്ട് നയാ പൈസയുടെ പലിശ കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആ അയാൾ ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല. നാളെ എങ്ങനെയെങ്കിലും അയാളുടെ പലിശ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പോട്ടെ, നമുക്കിറങ്ങാം. വാ ഏട്ടാ. ഭാനു, ഞങ്ങൾ ഇറങ്ങുന്നേ. ആരാ കൂടെ? ഭാസിയാണോ? അതെ, അപ്പുറത്തെ കുട്ടിയോടെ ഇവിടെ വന്ന് കൂട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും കേട്ടോ. ആ ഗോവറുള്ള ചേട്ടൻ്റെ കാര്യം വലിയ പ്രയാസം. പിള്ളേരെല്ലാം കൂടെ ആശുപത്രി പോകണം. പ്രായത്രയായി. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? രാജീവ്, ടൗണ് വരെ. രാജീവ് സാറേ, ലോണിൻ്റെ കാര്യം എന്തോ ആയി? ഉടനെ എങ്ങനെ ശരിയാകുമോ? ആ അവറാനെ കൊണ്ട് വലിയ ശല്യം സാറേ. ഈ ലോൺ കിട്ടിയിട്ടാണ് അയാളുടെ പൈസ ഒന്ന് കൊടുത്തു തീർക്കാൻ. ഇന്നും അയാൾ കണ്ടപ്പം പൈസയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടാണ് പോയത്. വാസിച്ചേട്ടൻ വിഷമിക്കാതെ, 2 ദിവസത്തിനുള്ളിൽ ലോൺ ശരിയാവും. എന്തായാലും നാളെ ബാങ്കിലോട്ടൊന്ന് വാ. അപ്പൊ ശരി എന്നാ. ഞാൻ പറഞ്ഞില്ലേ, രാജീവ് എല്ലാം ശരിയാക്കുന്നേ.